ഈ ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ പരിശോധിക്കുകയാണ്. ഇന്ന് സംഭവിച്ചതിൽ ആദ്യം മന്ത്രിസഭയ്ക്ക് പുതുമുഖം. രാമചന്ദ്രൻ കടന്നപ്പള്ളിയും കെ.ബി. ഗണേഷ് കുമാറും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാർ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. രാജ്ഭവന് പുറത്ത് പന്തലിലായിരുന്നു സത്യപ്രതിജ്ഞ. രാമചന്ദ്രൻ കടന്നപ്പള്ളിയും കെ.ബി. ഗണേഷ് കുമാറും കുടുംബസമേതമാണ് സത്യപ്രതിജ്ഞയ്ക്കെത്തിയത്. ആദ്യം രാമചന്ദ്രൻ കടന്നപ്പള്ളിയും പിന്നീട് കെ.ബി. ഗണേഷ് കുമാറും സത്യവാചകം ചൊല്ലി. രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുറത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും കെ.ബി. ഗണേഷ് കുമാർ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോടും നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാർ, CPIM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ, ഇടതുമുന്നണി കൺവീനർ E.P. ജയരാജൻ, സ്ഥാനമൊഴിഞ്ഞ മന്ത്രിമാരായ ആന്റണി രാജു, അഹമ്മദ് ദേവർകോവിൽ, മറ്റ് ഇടതുമുന്നണി നേതാക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കിയതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിച്ചു. 24 തിരുവനന്തപുരം. പുതിയ മന്ത്രിമാരുടെ വകുപ്പിലും ചെറിയ മാറ്റങ്ങൾ വരുന്നു. അതിൽ തീരുമാനമായിട്ടുണ്ട്. തുറമുഖ വകുപ്പ് CPIM ഏറ്റെടുക്കും. VN വാസവനായിരിക്കും തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യുക. പകരം രജിസ്ട്രേഷൻ വകുപ്പ് കടന്നപ്പള്ളി രാമചന്ദ്രന് നൽകും. ഏത് വകുപ്പ് ലഭിച്ചാലും നീതി പുലർത്തുമെന്ന് കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ഔദ്യോഗികമായി അതിൻ്റെ വിവരങ്ങൾ കിട്ടിയില്ല. അത് കിട്ടിയാൽ മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് അറിയാൻ പാടുള്ളൂ. ഏത് വകുപ്പായിരുന്നാലും ശരി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൽകുന്ന ഏത് വകുപ്പും ആ വകുപ്പിനോട് പൂർണ്ണമായി നീതി കാണിക്കുക, വിശ്വാസ്യത, സത്യസന്ധത, പ്രതിബദ്ധത ഇതെല്ലാം പുലർത്തുക എന്നുള്ളതാണ് എളിയ എൻ്റെ കഴിവുകൾ. ഏത് വകുപ്പിനായിരുന്നു പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അംഗീകരിക്കപ്പെട്ടതിനേക്കാൾ കൂടുതൽ ഉണ്ടാവില്ല. അംഗീകരിക്കപ്പെട്ടതും നിയമവിധേയമായി ചെയ്യാവുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ അത് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാൻ കഴിയുന്നൊരു കാര്യം. ഗണേഷ് കുമാറിന് ഗതാഗത വകുപ്പ് ലഭിക്കും. KSRTCയുടെ സർവീസ് മെച്ചപ്പെടുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് കെ.ബി. ഗണേഷ് കുമാറും പ്രതികരിച്ചു. പരമാവധി ലാഭത്തിലൊന്നും ആയില്ലെങ്കിൽ പോലും കാര്യങ്ങൾ അതിൻ്റെ ഒരു അപകടസ്ഥിതിയിൽ നിന്ന് കരകയറ്റാനുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അതിൽ തൊഴിലാളികൾ എന്നോട് സഹകരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. യൂണിയനുകളും എന്നോട് സഹകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ഓട്ടോമൊബൈൽ കാര്യങ്ങളെക്കുറിച്ച്, എനിക്ക് ടെക്നിക്കൽ കാര്യങ്ങളെക്കുറിച്ച് ഇഷ്ടമുള്ള ഒരാളാണ്. ഞാനൊരു ടേസ്റ്റുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് കമ്പ്യൂട്ടറൈസേഷൻ പോലെ കാര്യങ്ങളൊക്കെ വേഗത്തിൽ, പിന്നെ ഞാനൊന്നും വെച്ച് താമസിക്കാൻ സമ്മതിക്കില്ല. പെട്ടെന്ന് ചെയ്യും. കാരണം റിസൾട്ട് വർഷമേ ഉള്ളൂ. 2.5 വർഷത്തിനുള്ളിൽ ഗവൺമെൻറ്റിന് സൽപ്പേരുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിക്കും. ഗണേഷ് കുമാറിന് ഗതാഗതം, മോട്ടോർ വെഹിക്കിൾ, ജലഗതാഗതം, രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാവസ്തു വകുപ്പ്, VN വാസവന് സഹകരണത്തിന് പുറമെ തുറമുഖ വകുപ്പ് കൂടി. ഇതാണ് വകുപ്പുകളിലുണ്ടായിരിക്കുന്ന മാറ്റം. വിവരങ്ങളുമായി VA ഗിരീഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, നേരത്തെ വകുപ്പുകൾ സിനിമ ചോദിച്ച് ഗണേഷ് കുമാറിന് നൽകുന്നില്ല, വകുപ്പുകളിൽ മാറ്റമില്ലെന്നായിരുന്നു. പക്ഷേ ഈ തുറമുഖ വകുപ്പിൽ മാത്രം ഒരു മാറ്റം. അത് CPM ഏറ്റെടുക്കുന്നത് വിഴിഞ്ഞം അത് കമ്മീഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തരത്തിൽ നിശ്ചയിച്ച തീയതിയിൽ തന്നെ അത് നടപ്പാക്കും. അതിനുള്ള എല്ലാവിധമായ ഭരണപരമായ, നയപരമായ തീരുമാനങ്ങൾ CPM എടുക്കും എന്ന് തന്നെയല്ലേ ആ തീരുമാനത്തിന് പിന്നിൽ? ഗോകുൽ, വിഴിഞ്ഞം തുറമുഖം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു പദ്ധതിയാണ്. സർക്കാരിന്റെ അഭിമാന പദ്ധതി എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കാം. 2024 ഏപ്രിൽ അവസാനമോ മെയ് ആദ്യമോ വിഴിഞ്ഞം തുറമുഖം വാണിജ്യ അടിസ്ഥാനത്തിൽ കമ്മീഷൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു ഘടകകക്ഷിക്ക് നൽകാതെ ഇപ്പോൾ തുറമുഖ വകുപ്പ് CPM ഏറ്റെടുത്തിരിക്കുന്നു. VN വാസവനാണ് തുറമുഖ വകുപ്പ് നൽകിയിരിക്കുന്നത്. പകരം വാസവൻ കൈകാര്യം ചെയ്തിരുന്ന രജിസ്ട്രേഷൻ വകുപ്പ്, അതോടൊപ്പം തന്നെ പുരാവസ്തു വകുപ്പ്, മ്യൂസിയം എന്നിവ രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് നൽകുന്നു. ഗണേഷ് കുമാറിന് നേരത്തെ തീരുമാനിച്ച പോലെ തന്നെ ഗതാഗത വകുപ്പാണ് നൽകിയിരിക്കുന്നത്. റോഡ് ട്രാൻസ്പോർട്ട്, മോട്ടോർ വെഹിക്കിൾസ്, അതോടൊപ്പം തന്നെ വാട്ടർ ട്രാൻസ്പോർട്ട് എന്നിവയാണ് ഗണേഷ് കുമാറിന് ലഭിക്കുക. നേരത്തെ സിനിമാ വകുപ്പ് കൂടി ലഭിക്കണമെന്ന ഒരു ആഗ്രഹം കേരള കോൺഗ്രസ് B പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും ഇന്ന് രാവിലെ ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇത് നിരാകരിക്കുകയായിരുന്നു. ഇപ്പോൾ CPM ആണ് സിനിമാ വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ മാറ്റം വേണ്ട എന്ന നിലയിലേക്ക് CPM തീരുമാനമെടുക്കുകയായിരുന്നു. ഏതായാലും മുഖ്യമന്ത്രിയുടെ ഈ തീരുമാനത്തിന് ഇപ്പോൾ ഗവർണർ അംഗീകാരം നൽകിയിരിക്കുന്നു.
വിശേഷിപ്പിക്കുന്നു ഗോകുൽ. ശരി, വി എ ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത്. വിഴിഞ്ഞത്തിന്റെ പൂർണ്ണമായ കമ്മീഷനിങ് അതുമാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് CPM ഏതായാലും തുറമുഖ വകുപ്പ് ഏറ്റെടുക്കുന്നത്. പകരം രജിസ്ട്രേഷൻ വകുപ്പാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് ലഭിച്ചിരിക്കുന്നത്. ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരേ വേദിയിലെത്തിയെങ്കിലും പരസ്പരം മുഖത്തോട് മുഖം നോക്കാതെ മുഖ്യമന്ത്രിയും ഗവർണറും വാക്പോര് കൊണ്ട് പോർമുഖം തുറന്ന ഇരുവരും വേദി പങ്കിടുമ്പോൾ മഞ്ഞുരുക്കത്തിന്റെ സാധ്യത പലരും മുന്നിൽ കണ്ടിരുന്നു. എന്നാൽ ഗവർണറുടെ ചായ സൽക്കാരം ബഹിഷ്കരിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നിലപാട് കടുപ്പിക്കുകയാണ് ചെയ്തത്. രാജ്ഭവനിലെ വേദിയിൽ കനപ്പിച്ച മുഖവുമായി എത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനും ആരിഫ് മുഹമ്മദ് ഖാനുമാണ് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ശ്രദ്ധാകേന്ദ്രങ്ങളായത്. നാളുകൾക്ക് ശേഷം ഒരേ വേദിയിലെത്തിയിട്ടും പരസ്പരം അഭിവാദ്യം ചെയ്യാനോ മുഖത്തോട് മുഖം നോക്കാനോ മുഖ്യമന്ത്രിയും ഗവർണറും തയ്യാറായില്ല. ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി and Sri K.B. Ganesh Kumar, ministers designate, are present to take the oaths of office in secrecy. 6 മിനിറ്റ് വേദി പങ്കിട്ടിട്ടും മഞ്ഞുരുക്കത്തിന്റെ സൂചന നൽകുന്ന ശരീരഭാഷ പോലും ഇരുകൂട്ടരിൽ നിന്നുമുണ്ടായില്ല. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് ശേഷം മുഖം കൊടുക്കാതെ മുഖ്യമന്ത്രിക്കടുത്തുകൂടി ഗവർണർ നടന്നുപോയി. ഗവർണർ ഒരുക്കിയ ചായ സൽക്കാരം ബഹിഷ്കരിച്ച് മുഖ്യമന്ത്രിയും സമവായമില്ലെന്ന് പ്രഖ്യാപിച്ചു. ഗവർണർക്കെതിരായ നിയമ നടപടി ഉൾപ്പെടെ സർക്കാർ ശക്തമാക്കുന്നതിനിടെയാണ് ഇരുകൂട്ടരും വേദി പങ്കിട്ടത്. എന്നാൽ വേദി പങ്കിട്ടതുകൊണ്ടോ ഒന്നിച്ച് ചായ കുടിച്ചതുകൊണ്ടോ തീരുന്നതല്ല പ്രശ്നങ്ങളെന്നാണ് സർക്കാർ നിലപാട്. മുഖ്യമന്ത്രിയിൽ നിന്നും മന്ത്രിമാരിൽ നിന്നും ഈ വിധമൊരു സമീപനം ഗവർണറും പ്രതീക്ഷിച്ചില്ലെന്നാണ് സൂചന. അതുകൊണ്ടുതന്നെ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഇനിയുള്ള നീക്കങ്ങളും ശ്രദ്ധേയമായിരിക്കും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് ഇനി നിയമസഭ ചേരേണ്ടത്. ഇക്കാര്യത്തിൽ സർക്കാരും ഗവർണറും സ്വീകരിക്കുന്ന നിലപാടാകും അടുത്ത അരങ്ങിൽ നിഴലിക്കുക. 24 തിരുവനന്തപുരം. പൂരം പ്രതിസന്ധിയിൽ ഇടപെട്ട മുഖ്യമന്ത്രി. തൃശൂർ പൂരം പ്രതിസന്ധിയിൽ ഇടപെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൂരം എക്സിബിഷൻ തറവാടക സംബന്ധിച്ച തർക്കം ചർച്ച ചെയ്യാൻ യോഗം വിളിച്ചു. ഇന്ന് രാത്രി 7:30 ഓൺലൈനായാണ് യോഗം. മന്ത്രിമാരായ കെ രാധാകൃഷ്ണൻ, കെ രാജൻ, ആർ ബിന്ദു, പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും. ജനുവരി 3 പ്രധാനമന്ത്രി തൃശൂരിൽ വരാനിരിക്കെ വിഷയം രാഷ്ട്രീയ ആയുധമാക്കാൻ BJP ഉൾപ്പെടെ ശ്രമം തുടങ്ങിയതോടെയാണ് മുഖ്യമന്ത്രിയുടെ അടിയന്തര ഇടപെടൽ. സൂരജ് ചേരുന്നുണ്ട് തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി. സൂരജ്, പ്രധാനമന്ത്രിക്ക് മുന്നിൽ മിനി പൂരത്തിന് തയ്യാറെടുക്കുന്നു ഒരു വശത്ത്, മറ്റൊരു വശത്ത് കോൺഗ്രസിന്റെ പകൽപൂരം. അങ്ങനെ അതൊരു രാഷ്ട്രീയ വിഷയമാകണ്ട, രാഷ്ട്രീയ ആയുധമാകണ്ട എന്ന് കരുതിയാണോ മുഖ്യമന്ത്രി ഇത്ര വേഗം ഇടപെടുന്നത്? പ്രത്യേകിച്ച് 4-ാം തീയതി കോടതി പരിഗണിക്കാനിരിക്കുമ്പോൾ നിലപാട് അറിയിക്കാമെന്നായിരുന്നു മുൻപത്തെ ഒരു തീരുമാനം. അത് മാറ്റി സർക്കാരിന്റെ പെട്ടെന്നുള്ള ഇടപെടൽ ഉണ്ടാകുന്നതിന്റെ സാഹചര്യം. ഗോകുൽ, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണാർത്ഥം അല്ലെങ്കിൽ അതിന് മുന്നോടിയായി തന്നെയുള്ള റോഡ് ഷോയാണ് തൃശൂരിൽ പ്രധാനമന്ത്രി നടത്തുന്നത്. അത്തരത്തിലൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ പൂരം പ്രതിസന്ധി അവിടെ ചർച്ചയാക്കരുത് എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പകൽപൂരവുമായി പാറമേക്കാവ് രംഗത്തുണ്ട്. അതേസമയത്ത് തന്നെ പാറമേക്കാവ് മിനി പൂരവുമായി രംഗത്തുണ്ട്. അതേസമയത്ത് ഈ പകൽപൂരവുമായി കോൺഗ്രസും രംഗത്തുണ്ട്. അത്തരത്തിൽ ഈ വിഷയം ഒരു രാഷ്ട്രീയ ആയുധമാക്കാൻ കോൺഗ്രസും BJPയും ശക്തമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് BJPയുടെ അധ്യക്ഷനടക്കം ഇത്തരത്തിൽ ഈ ദേവസ്വം ബോർഡ് പ്രതിനിധികൾ, ദേവസ്വം ഭാരവാഹികൾ അടക്കമായി സംസാരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് സർക്കാർ അടിയന്തരമായി ഇതിനൊരു പ്രശ്നപരിഹാരം എന്ന നിലയിൽ മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് തന്നെ ഇന്നൊരു യോഗം വിളിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മന്ത്രി കെ രാധാകൃഷ്ണനും കെ രാജനും ചേർന്നുകൊണ്ട് ഒരു യോഗം വിളിച്ചിരുന്നു. പക്ഷേ ഈ യോഗത്തിൽ അന്തിമമായ ഒരു തീരുമാനം അവർക്ക് കൈക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല. പകരം 4-ാം തീയതി ഹൈക്കോടതി ഇത് സംബന്ധിച്ച കേസ് പരിഗണിക്കുന്ന വേളയിൽ ഹൈക്കോടതിയിൽ സർക്കാർ നിലപാട് അറിയിക്കാം എന്നുള്ളതായിരുന്നു ആ യോഗത്തിൽ വ്യക്തമാക്കിയത്. പക്ഷേ അവിടം കൊണ്ടും ഈ പ്രശ്നങ്ങൾ തീർന്നില്ല. പ്രതിഷേധം ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി അടിയന്തരമായി യോഗം വിളിച്ചിരിക്കുന്നു. ഇപ്പോൾ 7:30 ഓൺലൈനായാണ് യോഗം വിളിച്ചിട്ടുള്ളത്. അതിൽ ദേവസ്വം മന്ത്രിയും ജില്ലയിൽ നിന്നുള്ള മറ്റു മന്ത്രിമാരും പങ്കെടുക്കും. പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങൾ പങ്കെടുക്കും. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നിലപാട് നേരത്തെ തന്നെ സർക്കാർ സംസാരിച്ചിട്ടുണ്ട്. സർക്കാർ കൊച്ചിൻ ദേവസ്വം ബോർഡുമായി ചർച്ചകളും ധാരണകളും തയ്യാറാക്കിയിട്ടുണ്ട്. അത് അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു നിർദ്ദേശം അത് ഈ യോഗത്തിൽ സർക്കാർ തന്നെ, മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ഓൺലൈൻ യോഗത്തിനുള്ള തയ്യാറെടുപ്പുകൾ ഇരു ദേവസ്വങ്ങളിലും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം ഈ യോഗം തുടങ്ങും. ഗോകുൽ. ശരി, സൂരജ് ജിയാണ് വിവരങ്ങൾ നൽകിയതായാലും തൃശൂർ പൂരത്തിന്റെ എക്സിബിഷൻ തറവാടകയുമായി ബന്ധപ്പെട്ട തർക്കം അതൊരു പൊളിറ്റിക്കൽ പൂരമായി മാറാതിരിക്കുവാനുള്ള മുൻകരുതലെടുക്കുന്നു സർക്കാർ. മുഖ്യമന്ത്രി നേരിട്ട് തന്നെ യോഗം വിളിക്കുന്നു. 7:30 ആ യോഗം ചേരുക. രാമക്ഷേത്രം ഉദ്ഘാടനത്തിന് സോണിയാഗാന്ധി പങ്കെടുത്തേക്കും.
അയോധ്യ വിഷയത്തിൽ കോൺഗ്രസിൽ ഭിന്നാഭിപ്രായം നിലനിൽക്കെ സോണിയാഗാന്ധി പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കും. ക്ഷണം പാർട്ടിക്കല്ലെന്നും വ്യക്തികൾക്കാണെന്നും AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചു. അയോധ്യയും രാമക്ഷേത്രവും BJP-യുടേതല്ലെന്നും അവിടെ പോകാൻ തങ്ങൾക്ക് ക്ഷണത്തിന്റെ ആവശ്യമില്ലെന്നും ഉത്തർപ്രദേശ് PCC വൈസ് പ്രസിഡന്റ് ദിനേശ് കുമാർ സിംഗ് വ്യക്തമാക്കി. സോണിയാഗാന്ധി ഉൾപ്പെടെ കോൺഗ്രസിലെ മുതിർന്ന 3 നേതാക്കൾക്കാണ് ക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണം. വ്യക്തിപരമായ ക്ഷണം മുൻ അധ്യക്ഷ സ്വീകരിച്ചതായി മുതിർന്ന കോൺഗ്രസ് വൃത്തങ്ങൾ സൂചിപ്പിച്ചു. വിഷയത്തിൽ മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന സമീപനം ഉചിതമല്ലെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. പാർട്ടിക്കല്ല, വ്യക്തികൾക്കാണ് ക്ഷണം. നിങ്ങൾക്ക് ഈ ഇതിലുണ്ടാക്കി കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും കെണിയിൽ വീഴ്ത്താൻ പറ്റുമോ? ഇതാണല്ലോ ചോദ്യം. ഇപ്പം രാജ്യത്തിന്റെ വിശാലമായ താല്പര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതിനെന്താ ചെയ്യുന്നത്? ഒരു സർക്കാരിൻ്റെ ആഘോഷമായിട്ട്, ഒരു പാർട്ടിയുടെ ആഘോഷമായിട്ടാണോ ഇത്തരം ചടങ്ങുകൾ മാറ്റേണ്ടത്? അങ്ങനെയല്ല മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ദേശീയ മാധ്യമങ്ങളിൽ ചാനൽ എടുത്ത് നോക്കിയാൽ ഒറ്റ വിഷയമല്ലേ ഉള്ളൂ. ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാന ഘടകങ്ങൾക്ക് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോട് നിഷേധാത്മക സമീപനം വേണ്ടെന്ന നിലപാടാണുള്ളത്. രാമക്ഷേത്രം BJP-യുടെ ശ്രമഫലമായല്ല, സുപ്രീം കോടതി ഉത്തരവിലൂടെയാണ് യാഥാർത്ഥ്യമായതെന്ന് ഉത്തർപ്രദേശ് PCC വൈസ് പ്രസിഡന്റ് ദിനേശ് കുമാർ സിംഗ് 24-നോട് പറഞ്ഞു. कोर्ट के फैसले को भी सब लोग जानते हैं. उस फैसले में क्या क्या लिखा चीज़ें हैं, कई गलतियां हुई हैं, उसमें स्वीकार भी की गई हैं. तो वो कोई मंदिर ऐसा किसी व्यक्ति किसी पार्टी विशेष का होगा, ऐसा नहीं है. ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളിലും കൂടുതൽ പരസ്യ ചർച്ച വിഷയത്തിൽ വേണ്ടെന്ന ധാരണയുണ്ടായിട്ടുണ്ട്. ദേശീയ നേതൃത്വം കൈക്കൊള്ളുന്ന തീരുമാനം അംഗീകരിക്കുമെന്ന് പറയുമ്പോഴും 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കൂടി പരിഗണിച്ചാകണം ആ തീരുമാനമെന്ന അഭിപ്രായമാണ് ഉത്തർപ്രദേശ് ഘടകം മുന്നോട്ട് വയ്ക്കുന്നത്. ഫലത്തിൽ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാൻ പരസ്യമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഒന്നും ഉണ്ടാകില്ലെന്ന് ഉത്തർപ്രദേശ് ഘടകം പ്രതീക്ഷിക്കുന്നു. ലക്നൌവിൽ നിന്നും ക്യാമറാമാൻ ജോഗേഷ് സിംഗിനൊപ്പം R. രാധാകൃഷ്ണൻ, 24. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി നിതിൻ അംബുജൻ ചെയ്യുന്നു ഡൽഹിയിൽ നിന്ന്. നിതിൻ, രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നാൽ BJP-യുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പോകുന്ന രൂക്ഷ വിമർശനങ്ങളെ മറികടക്കാൻ സോണിയാഗാന്ധിയുടെ സാന്നിധ്യം കൊണ്ട് അത് വ്യക്തിപരമായ തീരുമാനമെന്ന വാദം കൊണ്ടൊക്കെ മറികടക്കാമെന്ന് കോൺഗ്രസ് കരുതുന്നു. എങ്കിൽ പോലും ഈ വിട്ടുനിൽക്കണം എന്നാവശ്യപ്പെടുന്ന ആളുകൾ, പങ്കെടുക്കണമെന്നാവശ്യപ്പെടുന്ന പാർട്ടിയിലെ 2 വിഭാഗങ്ങൾ, ഇവരെ എല്ലാവരെയും ഈ തീരുമാനം ബോധ്യപ്പെടുത്താനാവുമോ? അത്രത്തോളം സങ്കീർണമായ ഒരു നില തന്നെ ഇപ്പോഴും തുടരുന്നില്ലേ? ഗോകുൽ, ഈ അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ചടങ്ങിലേക്ക് പങ്കെടുക്കണം എന്നാവശ്യപ്പെടുന്ന ഒരു വിഭാഗം നേതാക്കളുമുണ്ട്. അതോടൊപ്പം തന്നെ പങ്കെടുക്കേണ്ട എന്ന് പറഞ്ഞ ഒരു വിഭാഗം നേതാക്കളുമുണ്ട്. അത്തരത്തിൽ കോൺഗ്രസ് വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ഇപ്പോഴും നിലപാടെടുക്കാൻ കഴിയാതെ വെട്ടിലായിരിക്കുകയാണ്. എന്തായാലും സോണിയാഗാന്ധി പങ്കെടുക്കണം എന്നൊരു ആവശ്യം ഒരു വിഭാഗം നേതാക്കൾ ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇതൊരു BJP-യുടെ പരിപാടി എന്ന നിലയിൽ നിന്ന് അത്തരമൊരു ആഘോഷം അത് മാറ്റാനുള്ളൊരു ശ്രമം, അല്ലെങ്കിൽ അത്തരമൊരു സോണിയാഗാന്ധിയുടെ സാന്നിധ്യം കൊണ്ട് മാറും എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ ഒരു വിഭാഗം നേതാക്കളെല്ലാം തന്നെ കണക്കാക്കുന്നത്. പക്ഷേ പങ്കെടുത്താൽ അത് ന്യൂനപക്ഷ മേഖലയടക്കം വലിയ തിരിച്ചടി ഉണ്ടാകും എന്നുള്ളൊരു ആശങ്ക കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും പരമാവധി വേഗത്തിൽ ചർച്ച ചെയ്തുകൊണ്ടൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് പോകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഹൈക്കമാൻഡ് വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഇതുവരെ ഈ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. സോണിയാഗാന്ധി പങ്കെടുക്കുന്ന കാര്യത്തിൽ ഔദ്യോഗികമായി തന്നെ ഒരു തീരുമാനം ഇതുവരെ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. വൈകാതെ തന്നെ അതിലൊരു തീരുമാനം ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഇത് ഇത്തരത്തിലൊരു ചർച്ചയാക്കുന്ന കാര്യത്തിലും ഹൈക്കമാൻഡ് വലിയൊരു അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, സംസ്ഥാന ഘടകങ്ങൾക്കടക്കം നിർദ്ദേശം നൽകിയിരിക്കുന്നത് പരസ്യമായിട്ടുള്ള ഒരു തരത്തിലൊരു പ്രതികരണവും പാടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, പല കോൺഗ്രസ് നേതാക്കളും ഇതിനിടയിൽ സോണിയാഗാന്ധി പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. മാത്രമല്ല, കോൺഗ്രസ് ഇതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നാവശ്യപ്പെട്ടും നേതാക്കൾ പ്രതികരണം നടത്തിയിരുന്നു. ഇതിൽ നിന്നെല്ലാം തന്നെ അകലം പാലിക്കണമെന്നൊരു ആവശ്യമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം. കൂടാതെ പങ്കെടുത്താൽ അത് നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് എതിരാകുമെന്നൊരു ആശങ്ക എന്നൊരു കോൺഗ്രസ് ആശങ്കയുണ്ട്. മാത്രമല്ല, പങ്കെടുത്തില്ല എങ്കിൽ BJP ഹിന്ദി ഹൃദയഭൂമിയിൽ വലിയ തരത്തിലുള്ള പ്രചരണമാക്കാൻ സാധ്യതയുണ്ട്. കാരണം കോൺഗ്രസ് ഈ ഒരു ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നുള്ളൊരു പ്രചരണം BJP സംസ്ഥാനങ്ങളടക്കം നടത്തും. അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ തരത്തിലൊരു തോൽവിയിലേക്ക്, പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമെന്നൊരു ആശങ്ക കോൺഗ്രസിന് ഉണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യത്തിലടക്കം ഇതിനുള്ള ചർച്ചകൾക്ക് കോൺഗ്രസ് തയ്യാറാകും. അതിനുശേഷം മാത്രമേ അന്തിമമായൊരു തീരുമാനം സ്വീകരിക്കുകയുള്ളൂ. നിലവിലടക്കം ഇന്ത്യ സഖ്യത്തിലെ ചില പാർട്ടികൾ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, തങ്ങളെ ക്ഷണിച്ചാൽ പങ്കെടുക്കുമെന്നൊരു നിലപാട് ഇന്ത്യ സഖ്യത്തിലെ ചില പാർട്ടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഇലയ്ക്കും ഉള്ളിലും കേടില്ലാത്ത വിധത്തിലൊരു തീരുമാനം നിലപാടിലേക്ക് പോവുകയാണ്. ഏതായാലും അത് പരസ്യമായി പ്രഖ്യാപിക്കുന്നില്ല. പരസ്യ പ്രതികരണങ്ങൾക്കെല്ലാം വിലക്കിയിരിക്കുകയാണ് ഹൈക്കമാൻഡ്. ഏതായാലും അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട ക്ഷണം കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ വലിയ കുരുക്കിലാക്കിയിരിക്കുകയാണ്.
കണ്ണൂർ അയ്യൻകുന്നിലുണ്ടായ ഏറ്റുമുട്ടലിൽ പരുക്കേറ്റ മാവോയിസ്റ്റ് നേതാവ് കവിത കൊല്ലപ്പെട്ടു. ആന്ധ്രാപ്രദേശ് സ്വദേശിയായ കവിത എന്ന ലക്ഷ്മിയാണ് കൊല്ലപ്പെട്ടത്. തിരുനെല്ലി ഹുണ്ടികപ്പറമ്പ് കോളനിയിൽ പതിച്ച പോസ്റ്ററുകളിലും പശ്ചിമഘട്ട വക്താവ് ജോഗിയുടെ പേരിലുള്ള കുറിപ്പിലുമാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. പോലീസും ഇത് സ്ഥിരീകരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട്. സുർജിത്ത്, അന്ന് ആ ഏറ്റുമുട്ടലിൽ ഒരാൾക്ക് കാര്യമായി പരിക്കേറ്റിട്ടുണ്ട് എന്നത് അന്ന് തന്നെ വന്ന വിവരമാണ്. ഇത് മാവോയിസ്റ്റുകൾ തന്നെ ഉറപ്പിക്കുന്നു. മാത്രമല്ല, ഇപ്പോൾ അത് ഉറപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്റർ വരുമ്പോൾ ആ പ്രദേശത്ത് അവരുടെ സാന്നിധ്യം വീണ്ടും സ്ഥിരീകരിക്കപ്പെടുന്നു, അല്ലേ? തീർച്ചയായും ഗോകുൽ, ഈ തലപ്പുഴ എന്ന് പറയുന്ന പ്രദേശത്തുണ്ടായ ചപ്പാരം കോളനിയിലെ ഏറ്റുമുട്ടലിനെ തുടർന്നാണ് മാവോയിസ്റ്റുകൾക്കെതിരായ അന്വേഷണം പോലീസ് ശക്തമായ രീതിയിൽ നടത്തിയത്. പ്രത്യേകിച്ച് ഈ ആറളവുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ ഒരു റെഡ് കോറിഡോർ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വിവരം പോലീസിന് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പിന്നീട് നടന്ന അന്വേഷണത്തിൽ ഇവരുടെ ക്യാമ്പ് കണ്ടെത്തുകയും പോലീസിന്റെ നേതൃത്വത്തിൽ അവരെ പിടികൂടാൻ ശ്രമം നടക്കുകയും ചെയ്തത്. ഇതിന്റെ ഭാഗമായാണ് അയ്യംകുന്ന് എന്ന് പറയുന്ന പ്രദേശത്ത് വെടിവെപ്പ് ഉണ്ടാവുകയും ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റുണ്ടെന്നുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പുറത്ത് വരികയും ചെയ്തത്. എന്നാൽ ഇക്കാര്യത്തിൽ പൂർണ്ണമായ സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല. ഇതിനിടയിലാണ് ഇപ്പോൾ മാവോയിസ്റ്റുകൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അയ്യൻകുന്നിലെ അന്നത്തെ ആ ഏറ്റുമുട്ടലിൽ കവിത എന്നു പേരുള്ള സ്ത്രീ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇവർ കബനി ദളത്തിന്റെ ഭാരവാഹിയായിട്ടുള്ള ഏരിയ സമിതിയുടെ സെക്രട്ടറി ആയിട്ടുള്ള ആളാണ് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് ജോഗി എന്നുള്ള പേരിലുള്ള വക്താവിന്റെ പേരിലുള്ള കത്തിൽ വ്യക്തമാവുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് ഈ തിരുനെല്ലി ഭാഗത്തെ ഹുണ്ടികപ്പറമ്പ് കോളനിയിൽ വ്യാപകമായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഈ പോസ്റ്ററുകളിലെല്ലാം തന്നെ ഇതിന് പകരം ചോദിക്കുന്നതുൾപ്പെടെയുള്ള അത്തരത്തിലുള്ള ഭീഷണി നിറഞ്ഞ രീതിയിലുള്ള സംഭാഷണങ്ങളാണ്, അത്തരത്തിലുള്ള രീതിയിലുള്ള എഴുത്തുകളാണ് ഉള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ മാവോയിസ്റ്റുകൾക്കെതിരായി ഉള്ള പോലീസിന്റെ അന്വേഷണവും നടപടിയും ശക്തമായ രീതിയിൽ തന്നെ തുടരുന്ന ഒരു നിലയാണ് ഉള്ളത്. അത്തരത്തിൽ അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ തിരുനെല്ലി ഉൾപ്പെടെയുള്ള മേഖലകളിൽ പരിശോധന നടത്താനും പോലീസ് തയ്യാറെടുക്കുകയാണ്. ശരി, അന്നത്തെ ഏറ്റുമുട്ടലിൽ തെരച്ചിലിൽ മാവോയിസ്റ്റ് കവിത കൊല്ലപ്പെട്ടു എന്ന് മാവോയിസ്റ്റുകൾ തന്നെ അവരുടെ കുറിപ്പിലും പോസ്റ്റുകളിലും വ്യക്തമാക്കിയിരിക്കുന്നു. ആ സാഹചര്യത്തിൽ തിരിച്ചടി എന്ന ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ കൂടി കൂടുതൽ ജാഗ്രത പുലർത്തുകയാണ് പോലീസും തണ്ടർബോൾട്ടും. 2016 മുതൽ 2023 വരെയുള്ള കാലഘട്ടങ്ങളിൽ കേരളത്തിൽ മാത്രം കൊല്ലപ്പെട്ടത് 9 മാവോയിസ്റ്റുകൾ. വ്യാജ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളാണ് ഇവയെന്ന് ഒരു വിഭാഗം മനുഷ്യാവകാശ പ്രവർത്തകർ ആരോപിക്കുന്നു. ആദിവാസി ജീവിതങ്ങൾക്ക് ഒരു ഗുണവും മാവോയിസ്റ്റുകളെ കൊണ്ട് ഉണ്ടായിട്ടില്ലെന്നാണ് മറുപക്ഷം ആരോപിക്കുന്നത്. 2016 നവംബർ 23 നിലമ്പൂർ കരുളായി CPI മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി അംഗം കുപ്പു ദേവരാജും പശ്ചിമഘട്ട സോണൽ കമ്മിറ്റി അംഗം അജിത പരമേശ്വരനും കൊല്ലപ്പെട്ടു. 2019 മാർച്ച് 6 വൈത്തിരി ഉപവൻ റിസോർട്ടിലെ ഏറ്റുമുട്ടൽ. കൊല്ലപ്പെട്ടത് CP ജലീൽ. അതേ വർഷം ഒക്ടോബർ 28 അട്ടപ്പാടി മഞ്ചക്കണ്ടിയിൽ ഏറ്റുമുട്ടലുണ്ടായി. 4 മാവോയിസ്റ്റുകളാണ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത്. തമിഴ്നാട് സ്വദേശികളായ രമ, അരവിന്ദ്, മണിവാസകം, കാർത്തി എന്നിവർ അന്നു മരിച്ചു. 2020 നവംബർ 3 പടിഞ്ഞാറത്തറ വാളാരംകുന്നിൽ ബാണാസുരദളത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന വേൽമുരുകൻ കൊല്ലപ്പെട്ടു. ഈ വർഷം ആറളത്തെ ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ കവിതയുടെ മരണത്തോടെ 9 മാവോയിസ്റ്റുകളാണ് പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇതെല്ലാം ആസൂത്രിത കൊലപാതകങ്ങളെന്നാണ് ഒരു വിഭാഗം മനുഷ്യാവകാശ പ്രവർത്തകർ വാദിക്കുന്നത്. ഇടതുപക്ഷ സർക്കാരിൽ CPI അടക്കം മാവോയിസ്റ്റ് വേട്ടയ്ക്കെതിരെ പരസ്യ നിലപാടെടുത്ത അനുഭവമുണ്ട്. അതേസമയം മാവോയിസ്റ്റുകളുടെ ഇടപെടൽ ആദിവാസി മേഖലയെ സംശയത്തിന്റെ മുന്നിൽ നിർത്താൻ മാത്രമേ ഉപകരിക്കൂ എന്നാണ് ആദിവാസി ഗോത്ര മഹാസഭയടക്കമുള്ള സംഘടനകളുടെ നിലപാട്. മാവോയിസ്റ്റ് ഇപ്പോൾ കുറേ നാളായി അവിടെ ഇവിടെ വെടിവെപ്പ് നടക്കുന്നു, മാവോയിസ്റ്റിനെ വെടിവെച്ച് കൊല്ലുന്നു, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു സംഭവം കൊണ്ട് ഈ ആളുകൾക്ക് ഇതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, ഇവർ ഈ ആദിവാസി കോളനിയിൽ എവിടെയെങ്കിലും കൊണ്ടുവന്ന് നോട്ടീസ് ഒട്ടിച്ചതിൻ്റെ പേരിൽ അവരുടെ ജീവിത ദുർഘടമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഒരു മനുഷ്യരെ പോകാൻ സമ്മതിക്കില്ല. ഇവർ മൊത്തം പോലീസിൻ്റെ നിരീക്ഷണത്തിൽ, അവർക്ക് രാത്രിയോ പകലോ അതിൽ നടക്കാൻ പറ്റില്ല. ഇങ്ങനെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിൽ അപ്പുറത്തേക്ക് ഇത് ഗുണം ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ആദിവാസികളുടെ മേഖലയിൽ ഈ മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ളൊരു ശ്രമം ഒരു വശത്ത് മാവോയിസ്റ്റുകളും പലപ്പോഴും നടത്താറുണ്ട്, സർക്കാരും നടത്താറുണ്ട്. അപ്പോൾ ആദിവാസികളുടെ ജീവിത സാഹചര്യത്തെയും ദുസ്സഹമായ ജീവിത പ്രശ്നങ്ങളെയും മൂടിവെക്കാനും ആ മേഖലയിലേക്ക് മാധ്യമപ്രവർത്തകരോ സാമൂഹ്യ പ്രവർത്തകരോ പോകുന്നതിനെ ബ്ലോക്ക് ചെയ്യാനും ഉള്ളൊരു രാഷ്ട്രീയ തന്ത്രമായിട്ടാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. ഏറ്റുമുട്ടലുകൾ തുടരുമ്പോഴും മലബാറിലെ വനമേഖല കേന്ദ്രീകരിച്ച് മാവോയിസ്റ്റ് ദളങ്ങൾ വേരുറപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആവർത്തിക്കുകയാണ്. പുതിയ ആളുകൾ സംഘത്തിന്റെ ഭാഗമാകുന്നുണ്ടെന്ന വിവരവും പോലീസിനുണ്ട്. ഈ സാഹചര്യത്തിൽ മാവോയിസ്റ്റുകളെ അമർച്ച ചെയ്യാനുള്ള ശ്രമം ശക്തിപ്പെടുത്തുകയാണ് പോലീസ്. 24 വയനാട്. ഇതോടെ ഇന്ന് സംഭവിച്ച പൂർണ്ണമാകുന്നു.